ഹലോ ഗായ്സ്, ഇത് കണ്ടോ? ഞണ്ട് കുട്ടന്മാരാണ്. നമുക്കിന്ന് കടലിൽ പോയിട്ട് ചൂണ്ടയിട്ട് കിട്ടിയാണ്. അപ്പം നിങ്ങളവർക്ക് ചൂണ്ടയിട്ട് എങ്ങനെയായിരിക്കും ഞണ്ടിനെ പിടിക്കണേന്ന് നമുക്ക് വീഡിയോ കാണാമല്ലോ. ഇതിൻ്റെ പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ കുട്ടൻസ് ഞാൻ പറഞ്ഞുതരാവേ. ഇത് ചെത്തിക്കടപ്പുറാണ്. അപ്പം നമ്മൾ ഇന്നൊരു ഓഫ് കിട്ടിയപ്പോഴത്തേനും രണ്ടാളുകൂടി ഇറങ്ങിയതാണ്. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നല്ല തിരയൊക്കെ ഉണ്ട്, അത്യാവശ്യം വെയിലുണ്ട്, പക്ഷെ കുറച്ച് മഴക്കാരൊക്കെ ആയിട്ട് നിൽക്കുവാണേ. അപ്പം ഇവരുടെ മെയിൻ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂണ്ടയിൽ കണ്ടോ, ഫസ്റ്റ് നമുക്ക് ഞണ്ടടിച്ചിട്ടുണ്ട്. അപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അതെ ചൂണ്ടയുടെ അറ്റത്ത് നമ്മൾ വല കെട്ടിയിട്ട് അതിന് നമ്മൾ കോഴിയുടെ കുടലും കുറച്ച് ഉണക്കമീനൊക്കെ കൂടി കൂട്ടി കെട്ടിയിട്ട് കടലിട്ട് കൊടുക്കും. കടലിട്ട് കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ അവന്മാർ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ഞണ്ടൂട്ടന്മാർ കയറിയിരിക്കുമ്പം നമ്മളൊരു 5-10 മിനിറ്റ്സ് കൊണ്ട് ഇത് കരക്കി വലിച്ചെടുക്കും. അപ്പം അവർ ഈ ഞണ്ടിൻ്റെ കാല് ഇതിൽ മിക്സായിട്ട് അവന്മാർ നമ്മുടെ കൂടെ കരയ്ക്ക് പോകും. അതാണ് ഇതിൻ്റെ സെറ്റപ്പ്. ഇതേ നമുക്ക് വീണ്ടും ഞണ്ടടിച്ചിട്ടുണ്ട്. അവന്മാർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കാവല ഞണ്ടാണ്, എന്നാലും കുറച്ച് അറ്റാക്കിങ് പരിപാടിയാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ കാലൊടിച്ച് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈക്കിട്ട് കിട്ടും. ഇതിൻ്റെ ഇടയ്ക്കിട്ട് എനിക്കൊരെണ്ണം കിട്ടിയിരുന്നു. അത് ഒരു മടി കിട്ടിയിട്ടുണ്ടായിരുന്നു, അവൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ അത് ഇപ്പം തന്നെ നമ്മൾ ഇതാക്കിയിട്ട് നമുക്ക് കിട്ടുന്ന പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. കാല് നമ്മൾ സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇതാക്കും. അങ്ങനെ നമ്മൾ ഇതിനെല്ലാം കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ അവന്മാർ ചാടിപ്പോവും. കാരണം അതിൻ്റെ മെയിൻ കാലം മാത്രമേ നമ്മൾ ഓടിക്കുന്നുള്ളൂ. ബാക്കി ഉള്ളതുകൊണ്ട് അവന്മാർക്ക് നടന്നു പോകാൻ സുഖമായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അത് മൂടി വെച്ചില്ലെങ്കിൽ അവന്മാർ ചാടിപ്പോവും. അപ്പം ഞാനും കെട്ടിയവനും ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ദേ മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ട് ദേ കടൽ കുറച്ചുകൂടി തിരയൊക്കെ അടിച്ച് അലമ്പായിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുമ്പോഴത്തേനും എല്ലാവരും ഈ 100 രൂപയുടെ റെയിൻകോട്ട് ഇട്ടിട്ട് പല കളറിൽ നിൽക്കണതാണ്, നല്ല ഭംഗിയാണ്. പിന്നെ ഞാനിവരുടെ കൂടെ കയറിയിരുന്ന് ഞാൻ ഇവരുടെ കൂടെ കമ്പനിയൊക്കെ കൊടുക്കും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു നൈസ് ഈവനിങ് ആയിരുന്നത്. പിന്നെ നമ്മുടെ സമയം പോകണ അറിയില്ല. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള പരിപാടി, നമ്മുടെ കൂട്ടുകാരനൊരു ഫിഷ് അടിച്ചിട്ടുണ്ട്. അപ്പം ആൾക്ക് വീഡിയോയിൽ വരാനൊക്കെ കുറച്ച് ചമ്മലൊക്കെയാണ്. എന്നാൽ ഈ പോലീസുകാരൊക്കെ പൊതുവേ നാടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അവർക്ക് വീഡിയോസിലായിരിക്കും കേട്ടോ, അല്ലാത്തതിൽ കുഴപ്പമില്ല. അവർ നല്ല സ്ട്രോങ് പേഴ്സൺസാണ്. കണ്ടതേ ഒളിച്ചിരിക്കുന്നുണ്ട്. അവനോട് പുറത്ത് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒളിച്ചിരിക്കുകയാണ്. ദേ അങ്ങോട്ട് നോക്കി എല്ലാ കളറും ബിബ്ജിയോർ പോലെ എല്ലാ കളർ കോട്ടും ഉണ്ട്. എവിടെ നോക്കിയാലും കിട്ടും, വെറൈറ്റി അല്ലേ. അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങുവാണ്. നമ്മൾ കണ്ടിന്യൂ ഒരു 3-4 മണിക്കൂർ നമ്മൾ ഇട്ടിട്ടാണ് ഞാൻ ഇത്രയും കാണിച്ച് നമുക്ക് കിട്ടിയ കേട്ടോ. ചിലതിൽ 2 കിട്ടും, ചിലതിൽ 3 കിട്ടും, ചിലതിലൊന്നും കിട്ടൂല, ചിലതിൽ 1 ഉറക്കും. പിന്നെ ഈ കല്ല് പാകിയേക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ കരവരെ വലിച്ചെടുക്കുമ്പോഴത്തേനും അവന്മാർ തിരിച്ച് കല്ലിലടിച്ചിട്ട് അവന്മാർ രക്ഷപ്പെടും. ഇത്രയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ പല കളറിലുള്ള ആൾക്കാരാണ്. ഇതായിരുന്നു ആ സീൻ നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് തെച്ചിക്കടപ്പുറ കേട്ടോ. അവിടെ ഓൾറെഡി ഇതേ ഇപ്പം ഇതൊക്കെ ആയതുകൊണ്ട് കടൽ കുഞ്ഞു വെള്ളത്തിലൊക്കെ ആൾക്കാർ മീനൊക്കെ പിടിച്ചിട്ട് വരുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയർ. ഈ മഴയുടെ കൂട്ടത്തിൽ മഴയൊക്കെ പെയ്തിട്ടുണ്ട്, ചൂണ്ടയൊക്കെ ഇട്ടിട്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ ക്രാബ് ഹണ്ടിങ് ഒരു ഇതാണല്ലോ, ന്യൂ എക്സ്പീരിയൻസ് ആണല്ലോ. നമ്മളിങ്ങനെ ക്രാബ് അടിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് അത് പിടിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. അപ്പോൾ അതൊരു നല്ലൊരു ഡേ ആയിരുന്നു. കടലൊക്കെ ഈ മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. സൂക്ഷിച്ചൊക്കെ കല്ലേരുന്നില്ലെങ്കിൽ തെന്നി താഴെ പോകും. എന്നാലും നമുക്കിങ്ങനെ ടൈമൊക്കെ കിട്ടുമ്പം പാർട്ട്ണറും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതൊരു ഗുഡ് മെമ്മറി അല്ലേ, അതൊരു കോർ മെമ്മറി ആയിട്ട് എപ്പോഴും നമുക്കുണ്ടാവും. പിന്നെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യങ്ങൾ നമുക്ക് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് അതിലും രസമുള്ള കാര്യമല്ലേ. കണ്ട് ഇത് മൊത്തം പരുന്തുകൂട്ടങ്ങളാണ്. അപ്പം ഈ ഇതായത് കൊണ്ടിട്ട് കടലിൽ ഈ കപ്പലെടുക്കുന്നുണ്ട് മീനൊക്കെ ആയിട്ട്. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ അതുങ്ങളിങ്ങനെ പറന്ന് വരുന്നതാണ്. മീൻ കിട്ടുമല്ലോ. അപ്പം കൂടുതൽ ഇപ്പോൾ അവിടെ മൊത്തം അടിക്കുന്നത് കൊഴുവയും മത്തിയൊക്കെയാണ്. പിന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ ചെയ്യണമല്ലോ. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരു കറിക്കുള്ളത് കിട്ടിയിട്ടുണ്ട്, ഒരു വീട്ടിലത്തേക്കുള്ളത്. പിന്നെ ഈ ട്രോളിങ്ങൊക്കെ ആയതുകൊണ്ട് ഈ സീയൊക്കെ മറ്റേ കടലിൽ നിന്നുള്ള മീനൊക്കെ കുറവാണല്ലോ. ഈ ചാളയും കൊഴുവൊക്കെ മാത്രമല്ല, അപ്പം അതിൻ്റെ ഇടയ്ക്കൊരു വൈബാകും, പിന്നെ ഒരു ടൈം പാസ്സാവും. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി